ഹേയ് എല്ലാരും വാ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഓക്കേ ഞാൻ ആദ്യം ബാറ്റ് ചെയ്യാം. നിന്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ഞാൻ 6 അടിക്കും. ഓ പിന്നെ എന്നാൽ ഒന്ന് കാണട്ടെ. വാവ്. അവൻ പറഞ്ഞ പോലെ തന്നെ 6 അടിച്ചു. 6 ദേ നോക്ക് പന്ത് ആ കുറ്റിക്കാട്ടിലേക്ക് വീണല്ലോ. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ. ശ്രദ്ധിച്ചു പോണം. ഒന്നുമില്ല. ഞാൻ വേഗം കൊണ്ടുവരാമേ. പന്ത് എവിടെയാണ് കാണുന്നില്ലാലോ അകത്തോ കേറി തിരയാമേ. ഈ കാട്ടിൽ തന്നെയുണ്ടാകും. അയ്യോ. അത് എന്താണ്? അയ്യോ അമ്മേ. പാമ്പ്. ഓടിക്കോ എന്നെ പാമ്പ് കൊത്തൻ വരുന്നേ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. കുട്ടികളെ അങ്ങോട്ടേക്ക് പോകരുത്. അത് നോക്കൂ. കിഡ്സ് ഹെൽപ്പർ കിംഗ്. കുട്ടികളെ. പേടിക്കണ്ട ഞാൻ എത്തിക്കഴിഞ്ഞു. പാമ്പിനടുത്തേക്ക് പോകരുതേ. അത് ആക്രമിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യണ്ടേ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കൂ. ഭയപ്പെടേണ്ട. ഇത്രയും പെട്ടെന്ന് പാമ്പിന്റെ നേർക്ക് നിന്ന് മാറുക. പാമ്പിന് നമ്മളെ കാണാത്ത വിധം ഒളിക്കുക. വളരെ ഉച്ചതിലിൽ സംസാരിക്കാതെ ഇരിക്കുക. മന്ദമായി പിന്നോട്ടു പോകൂ. നമ്മളെ കാണുമ്പോൾ പാമ്പും ഭയത്തോടെ ആണ് നമ്മളെ കാണുന്നത്. തൊടാൻ ശ്രമിക്കരുതേ. അവയ്ക്ക് പോകാൻ ഉള്ള സ്ഥലം കൊടുക്കൂ. വാ. ഞാൻ സഹായിക്കാമേ. എന്നെ പിടിക്കൂ. ഭയപ്പെടേണ്ടേ. ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഗ്രാൻഡിൽ എത്തിക്കാം. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണേ. ശ്രദ്ധിച്ച് കേൾക്കൂ കുട്ടികളെ. പാമ്പുകൾ അപകടകരമാണേ. പക്ഷേ നമുക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയും. പുറത്ത് കളിക്കുമ്പോൾ ഷൂസ് ധരിക്കണം. ഷൂസ് തന്നെ ധരിച്ചു കളിക്കാനായി പോകണം. ഇതുപോലുള്ള ചെറുകാടിലേക്ക് നേരിട്ട് പോകരുതേ. ചുറ്റുപാടുകൾ എല്ലാം പരിശോധിക്കണം. ഓരോ കോണും ശ്രദ്ധിക്കണം. നേരിട്ട് കൈയോ കാലോ വച്ചു നോക്കാതിരിക്കുക. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് പരിശോധിക്കാം. കുഴികളിലും ചെടികളുടെ ഇടയിലും കൈ ഇടരുത്. രാത്രിയിൽ പുറത്തു പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കണം. ഇരുണ്ട സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. കല്ലുകൾ, മരച്ചില്ലകൾ എന്നിവ മാറ്റുമ്പോൾ സൂക്ഷിക്കുക. വീട്ടിനോട് ചുറ്റും വൃത്തിയാക്കി സൂക്ഷിക്കണം. മാലിന്യങ്ങൾ കൂട്ടിയിടരുത്. പാമ്പിനെ കണ്ടാലി ശാന്തമായി നിൽക്കൂ. ഓടരുത്. മന്ദമായി പിന്നോട്ടു പോകൂ. പാമ്പിനെ അടിക്കരുതേ. അതിനെ ചൊടിപ്പിക്കരുതേ. ഒരു മുതിർന്നാൾക്കാരെ വിളിക്കൂ. പാമ്പ് കടിച്ചാലി ഭയപ്പെടരുത്. ശാന്തമായി ഇരിക്കുക. കടിച്ച ഭാഗം അധികം കുലുക്കരുതേ. വേഗം ആശുപത്രിയിലേക്ക് പോകണം. ഡോക്ടറുടെ സഹായം അത്യാവശ്യമാണ്. ഇക്കാര്യം ആരെയും അറിയിക്കാതെയും ഇരിക്കരുത്. കൈകൊണ്ട് മരുന്ന് ഇടരുത്. കടിച്ച സ്ഥലത്ത് മുറിക്കരുത്. വലിയ കെട്ടുകൾ കെട്ടരുത്. ശരീരം ശാന്തമായി സൂക്ഷിക്കുക. ഉടൻ സഹായം തേടുക. ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം. അത് നിങ്ങളെ പാമ്പിന്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. പാമ്പിന് വളരെ പേടിയുള്ള ആളും ആണ് ഇത്. വാവ്. അത് എന്താണ്? ഇത് ഒരു പൂച്ചയാണല്ലോ. നമ്മുടെയെല്ലാം പൂച്ചാസേർ. പൂച്ചകൾ ചെറിയ ജീവികളെ പിടിക്കും. ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് സഹായിക്കും. പിന്നെ പൂച്ചകൾ പാമ്പുകളെ കണ്ടാൽ തുരത്തിയോടിക്കും. മൃഗങ്ങളെ കരുതലോടെ നോക്കണം. എപ്പോഴും സുരക്ഷിതരായി ഇരിക്കുക. നന്ദി കിഡ്സ് ഹെൽപ്പർ കിംഗ്. നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. കുട്ടികളെ. നിങ്ങൾ എന്റെ ഗർജനത്തെ പോലെ ശക്തരാകൂ. ബൈ ബൈ കുട്ടികളെ. സുരക്ഷിതരായി ഇരിക്കുക. ബൈ കിഡ്സ് ഹെൽപ്പർ കിംഗ്.